നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മലപ്പുറത്ത് SNDPക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലെന്നും പിന്നോക്കാവസ്ഥയുണ്ടെന്നും ഒക്കെ തുറന്നു പറഞ്ഞ് കഴിഞ്ഞ ദിവസമാണ് വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയത്. ഇതിനിടയിൽ വെള്ളാപ്പള്ളി നടേശൻ മറ്റൊരു പ്രസ്താവന കൂടി നടത്തിയിരുന്നു. പെന്തക്കോസ്തുകാർ മതം മാറ്റുന്നുണ്ട് എന്ന തരത്തിലുള്ള ഒരു വാർത്ത. അത് കേരളത്തിലെ BJP നേതാവായ PC ജോർജിന്റെ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ടാണ് അത്തരമൊരു പ്രസ്താവന വെള്ളാപ്പള്ളി ഇറക്കിയത്. നമുക്കറിയാം, വെള്ളാപ്പള്ളി പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് വാദിക്കുമ്പോൾ തന്നെ എന്താണ് ഈ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമെന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ സംഘടിതരാണെന്നും അവർ സംഘടിച്ചു നിന്നുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വങ്ങളെ എല്ലാ കാലത്തും സമ്മർദ്ദ ശക്തിയായി നിന്നുകൊണ്ട് പലതും നേടിയെടുക്കുകയാണെന്നും കഴിഞ്ഞ കാലങ്ങളിലെല്ലാം BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ അപ്പോഴൊക്കെ വെള്ളാപ്പള്ളി ജനാധിപത്യത്തിന്റെ കാര്യം പറഞ്ഞും മതേതരത്തിന്റെ കാര്യം പറഞ്ഞും CPMനെ അനുകൂലിച്ചുകൊണ്ടും രംഗത്ത് വരികയായിരുന്നു. എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ ഇത്തരത്തിലൊരു സമീപനം എടുത്തത് എന്ന കാര്യത്തിൽ പോലും വ്യക്തതയില്ല. വെള്ളാപ്പള്ളി പറയുന്നത് SNDPക്ക് കൂടുതൽ സ്ഥാപനങ്ങളില്ല, മലപ്പുറം ജില്ലയിൽ എങ്ങനെയാണ് അവിടുത്തെ ഈഴവർ പഠിക്കുന്നത് അല്ലെങ്കിൽ ഈഴവർ പഠിപ്പിക്കുന്നത്, അങ്ങനെയാണ് ജോലി കിട്ടുന്നതെന്നൊക്കെ ചോദിച്ചാൽ ആ പിന്നോക്കാവസ്ഥയ്ക്ക് ഇന്ന് ഈഴവർക്ക് അത്തരത്തിലൊരു പിന്നോക്കാവസ്ഥ ഉണ്ടായെങ്കിൽ, ശ്രീനാരായണീയർക്ക് അത്തരമൊരു പിന്നോക്കാവസ്ഥ ഉണ്ടായെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വെള്ളാപ്പള്ളിയാണ്. ഇവിടെ പെന്തക്കോസ്തുകാർ മതം മാറ്റിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അതിനും പ്രധാന കാരണം വെള്ളാപ്പള്ളിയാണ്. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ നടക്കുന്ന കൺവേർഷനുകളിൽ 90% പേരും ഈഴവ വിഭാഗത്തിൽ നിന്നാണ് നേരെ പെന്തക്കോസ്തിലേക്കും അതുപോലെ മറ്റേ ഈ കോട്ടയത്തൊക്കെ ഒരു തങ്കുപാസ്റ്ററൊക്കെ ഉണ്ട്. തങ്കുപാസ്റ്ററുടെയൊക്കെ അവിടെ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈഴവരിൽ നിന്നാണ് ഏറ്റവും അധികം പേർ മതം മാറിപ്പോയിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ഈ മതേതരത്വം പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഏതാണ്ട് 3 ദശകത്തിലധികമായി SNDP നേതൃത്വത്തെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്ന വെള്ളാപ്പള്ളിയാണ് ഈ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം. ഇപ്പോൾ വെള്ളാപ്പള്ളി എന്തിനാണ് ഇത്തരം വിഷയങ്ങളിൽ കരഞ്ഞു വിളിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് കേരളത്തിലെ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട്. ലവ് ജിഹാദ് ഉണ്ട് അല്ലെങ്കിൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന ആ പ്രതിഭാസം, ലവ് ജിഹാദ് എന്ന വാക്ക് അല്ല, ആ പ്രതിഭാസം, അതായത് നിർബന്ധിതമായി പെൺകുട്ടികളെ പ്രണയം നടിച്ച് മതം മാറ്റി മറ്റ് വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അതൊരു പ്രതിഭാസമാണ്, നമുക്ക് ഏവർക്കും അറിയുന്ന കാര്യമാണ്. അത്തരമൊരു പ്രസ്താവന PC ജോർജ് നടത്തിയപ്പോൾ PC ജോർജിനോടുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ടോ ഒരുപക്ഷെ BJPയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗുണങ്ങൾ PC ജോർജിനുണ്ടായാൽ തൻ്റെ മകൻ തഴയപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു പേടി കൊണ്ടോ ആണെന്ന് തോന്നുന്നു വളരെ പെട്ടെന്ന് വെള്ളാപ്പള്ളി ഇറങ്ങി വന്ന് അതിനെ പ്രതിരോധിക്കാൻ വന്നു. അതിനുശേഷമാണ് പെന്തക്കോസ്തുകാർ മതം മാറ്റുന്നതിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെ പെന്തക്കോസ്തുകാർ മതം മാറ്റിയതിൽ കൂടുതലും ശ്രീനാരായണീയരാണെന്ന സത്യം വെള്ളാപ്പള്ളി അംഗീകരിച്ചേ മതിയാവും. മൈക്രോ ഫിനാൻസ് തട്ടിപ്പടക്കമുള്ള കാര്യങ്ങൾ നടത്തി പാവം പിടിച്ച ശ്രീനാരായണീയരെ തീർച്ചയായും അവരെ ചൂഷണം ചെയ്ത വെള്ളാപ്പള്ളി ഇത്രയും വർഷം ആ നേതൃത്വം വഹിച്ചുകൊണ്ടിരുന്ന ഈ സംഘടനയുടെ നേതൃത്വം വഹിച്ചുകൊണ്ടിരുന്ന, അത് പ്രത്യേകിച്ച് ഒരു മതസംഘടനയുടെ നേതൃത്വം വഹിച്ചുകൊണ്ടിരുന്ന വെള്ളാപ്പള്ളിക്ക് ഒരു കാരണവശാലും ഇത് പറയാനുള്ള യോഗ്യതയില്ല. ഉണ്ടെങ്കിൽ തന്നെ വെള്ളാപ്പള്ളിയാണ് അതിന് കാരണക്കാരൻ. കാരണം കാലാകാലങ്ങളിൽ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് യാതൊരു ആനുകൂല്യങ്ങളും നേടിയെടുക്കാനുള്ള ശ്രമം നടത്താതെ, തൻ്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കാതെ ഇപ്പോൾ NSSനെ കൂടി കൂട്ടുപിടിക്കുന്നുണ്ട്. NSS പിന്നെ ഒരു കാലത്തും വെള്ളാപ്പള്ളിക്ക് ഇപ്പോഴെങ്കിലും പറയാൻ തോന്നി, NSS പിന്നെ എല്ലാ കാലത്തും സമദൂരം എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുകയും സുകുമാരൻ നായരുടെ വീട്ടിലേക്ക് വേണ്ട സുകുമാരൻ നായരുടെ മക്കളെയും മരുമക്കളെയും ഒക്കെ അവിടെ ജോലിക്ക് വെക്കുകയും ഒക്കെ മാത്രമേ ചെയ്യുന്നുള്ളൂ. അവരുടെ കുടുംബമാണ് പുഷ്ടിപ്പെട്ടത്. നാട്ടിലുള്ള മറ്റ് നായന്മാരുടെ കുടുംബമോ അല്ലെങ്കിൽ മറ്റ് ഹിന്ദുക്കളുടെ കുടുംബങ്ങളോ ഒന്നും രക്ഷപ്പെട്ടിട്ടില്ല. NSSനെ കൊണ്ട് അത്തരത്തിലുള്ള ഗുണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ NSSനെ ഇവിടുത്തെ മെജോറിറ്റി വിഭാഗമായ നായർ കമ്മ്യൂണിറ്റി അവരുടെ ഒരു വിഭാഗമായി കാണുന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്നോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മേന്മ ഉണ്ടാകുമെന്നോ ആരും പ്രതീക്ഷിക്കുന്നുമില്ല. നേരെ മറിച്ച് അതല്ല SNDPയുടെ കാര്യം. ഒരു ഘട്ടം മുതൽ ചെറിയ എതിർപ്പുകൾ ഗോകുലം ഗോപാലനും മറ്റുള്ളവരുമൊക്കെ എതിർത്തു തുടങ്ങിയിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് പോലുള്ള വിഷയങ്ങളെ പോലും, ആ തെരഞ്ഞെടുപ്പിനുള്ള മാനദണ്ഡങ്ങളെ പോലും ഒരു കാലത്തും അത് മാനദണ്ഡങ്ങൾ പോലും മാറ്റാൻ സമ്മതിക്കാത്ത രീതിയിൽ അപ്രമാദിത്യം സ്ഥാപിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ വെള്ളാപ്പള്ളി ഇപ്പോൾ കരഞ്ഞു വിളിച്ചിട്ടോ അല്ലെങ്കിൽ അതിനനുകൂലമായി K. സുരേന്ദ്രൻ പ്രതികരിച്ചിട്ടോ ഒരു കാര്യവുമില്ല. കേരളത്തിൽ നിന്ന് ഈഴവർക്കും പിന്നോക്കാവസ്ഥയുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് കോളേജുകൾ ഉണ്ടായിട്ടില്ലെങ്കിൽ അവർക്ക് സ്കൂളുകൾ ഉണ്ടായിട്ടില്ലെങ്കിൽ അത് നേടിയെടുക്കാനുള്ള സ്വാധീന ശക്തിയായി
വെള്ളാപ്പള്ളി മാറിയിട്ടില്ല, അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ താല്പര്യങ്ങൾ അത് നേടിയെടുക്കുക എന്നുള്ളതായിരുന്നില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്.